അറിയപ്പെടുന്ന ഇന്ത്യ വിരുദ്ധ അസുഖബാധിതയായപ്പോൾ കരഞ്ഞുകൊണ്ട് വിസയ്ക്ക് അപേക്ഷിച്ചു. വിസ നൽകി ചെന്നൈയിൽ ചികിത്സയ്ക്കായെത്തി. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളോടുള്ള സമീപനം പലപ്പോഴും അതിഥി ദേവോ ഭവ എന്ന ഭാരതീയ സങ്കല്പത്തിലും മാനുഷിക മൂല്യങ്ങളിലും അധിഷ്ഠിതമാണ്. ശത്രുതയേക്കാൾ ഉപരി ഒരു ജീവന് നൽകുന്ന വിലയാണ് ഇവിടെ പ്രകടമാകുന്നത്. ഭാരതത്തെയും സനാതനധർമ്മത്തെയും കുറിച്ച് മോശമായി സംസാരിച്ചവർ പോലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അഭയം പ്രാപിക്കുന്നത് ഈ മണ്ണിലാണ് എന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഔന്നിത്യമാണ് കാണിക്കുന്നത്. പാകിസ്ഥാൻ അനുകൂല ഇൻഫ്ലുവൻസർ ഇന്ത്യയിലേക്ക്. ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഇൻഫ്ലുവൻസർ കരീന കൈസർക്ക് ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിനായി ഇന്ത്യൻ വിസ അനുവദിച്ചു. എയർ ആംബുലൻസിലായിരിക്കും ഇവരെ ഇന്ത്യയിലേക്ക് എത്തിക്കുക. 2024 ബംഗ്ലാദേശിൽ നടന്ന ഭരണമാറ്റത്തിന് പിന്നിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും പാകിസ്ഥാൻ ISIയും നടത്തിയ ഗൂഢാലോചനയിൽ കരീന സജീവമായി പങ്കെടുത്തതായി പറയപ്പെടുന്നു. ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് പിന്നാലെ കരീനയും കുടുംബവും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്നതിൽ പങ്കാളികളായിരുന്നു. അതിനുശേഷം ഇന്ത്യക്കും ഹിന്ദുക്കൾക്കുമെതിരെ കടുത്ത രീതിയിലുള്ള കുപ്രചാരണങ്ങൾ ഇവർ തുടർന്നു വരികയായിരുന്നു. ഇവൻ എൻ്റേതാണ്, അവൻ അന്യനാണ് എന്നിങ്ങനെയുള്ള ചിന്തകൾ ഇടുങ്ങിയ മനസ്സുള്ളവരുടേതാണ്. എന്നാൽ ഉദാരമനസ്കർക്ക് ഈ ലോകം മുഴുവൻ ഒരു കുടുംബമാണ്. ക്ഷമ എന്നത് ലോകത്തെ കീഴടക്കാൻ കഴിയുന്ന ഒന്നാണ്. ക്ഷമ കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല. സമാധാനമാകുന്ന വാൾ കയ്യിലെടുക്കുന്നവനെ ദുഷ്ടന്മാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഭാരതം എപ്പോഴും വിദ്വേഷത്തിന് പകരം ചികിത്സയും കരുണയും നൽകുന്നത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ ബലഹീനതയല്ല, മറിച്ച് ധാർമ്മികമായ കരുത്താണ്.